മൂന്നാറിൽ നല്ല തണുപ്പാണെങ്കിലും ഇരുടാവുമ്പോൾ കുളിക്കാൻ പോകും, ദേവിയേച്ചി കുളിക്കാൻ പോകും, 97 വയസ്സുള്ള അമ്മൂമ്മ ദേവിയേച്ചി കുളിക്കാൻ പോകും എന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും മറന്നു പോകില്ല. പാലക്കാട് പക്കത്തില് ഒരു അപ്പാവി പെണ്ണ്, അല്ലെ? അത് പെണ്ണ് സൈലന്റ് ആണ്. ആ പെണ്ണിന് എന്തുണ്ട്? ഒരു മുക്കുത്തിയുണ്ട്. പാട്ടൊന്നും പാടില്ല. മന്നവൻ വരുന്ന വഴിക്ക്, അല്ലെ? കംപ്ലീറ്റ് പുല്ലാണ് ഇടവഴിക്ക്. അപ്പൊ ഇടവഴി, പുല്ല്, മന്നവൻ. അപ്പൊ എന്ത് ചെയ്തു? ആനനെ കൊണ്ട് അങ്ങോട്ട് കൂടെ 4 പ്രാവശ്യം നടന്നാൽ പുല്ലൊക്കെ പോകും. ആന എങ്ങനെ ചവിട്ടി മെതിച്ച് പോയി കഴിഞ്ഞാലേ മന്നവൻ വരുമ്പോൾ ഇടയിലെ വഴിയിലെ പുല്ലെല്ലാം പോകില്ലേ? സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാം എല്ലാവർക്കും സുഖമാണോ? ചങ്ങാതിമാരെ ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കേരള ജോഗ്രഫിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എല്ലാ പരീക്ഷകൾക്കും 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷകൾക്കും സ്ഥിരമായി ചോദ്യം കണ്ടുവരുന്ന ഒരു ഏരിയയാണ്. ഹോട്ട് ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമുക്കൊരു PYQ നോക്കിക്കൊണ്ട് തുടങ്ങാം. ഒരു ചോദ്യം നോക്കൂ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? വരയാടുകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇരവികുളം നാഷണൽ പാർക്കാണ്. 2024 ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇപ്പൊ തന്നെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അവസാനം കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇരവികുളം ദേശീയോദ്യാനം, നമുക്കറിയാം കേരളത്തിനകത്ത് ആകെ 5 ദേശീയോദ്യാനങ്ങളുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ചിന്തിക്കും 6 ഇല്ലേ? 6 ഉണ്ട്. പക്ഷേ കേരള PSCയുടെ ആൻസർ പ്രകാരം നമ്മൾ PSCക്കാണല്ലോ പഠിക്കുന്നത്, 5 നാഷണൽ പാർക്കാണ് കേരളത്തിലുള്ളത്. ഓക്കെ ആണേ? അങ്ങനെ നോക്കുമ്പോൾ ആ 5 ദേശീയോദ്യാനങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരവികുളമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇരവികുളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്. ആദ്യം തന്നെ പഠിക്കുക, ഫസ്റ്റ് ആണല്ലോ നമ്മൾ പഠിക്കുന്ന ഇരവികുളം. 5 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിനകത്ത് വരയാടുകൾക്ക് പ്രസിദ്ധമായതെന്ന് ചോദിച്ചു PSC. നമ്മൾ പഠിക്കുന്നു അത് ഇരവികുളമാണ്. വർഷം ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടന്ന കാലഘട്ടമാണ് 1975. 75ലാണ് ഇടുക്കി ജില്ലയിൽ രാജമല മേഖലയിൽ വരുന്ന, മൂന്നാറിലൊക്കെ ആ പ്രദേശത്തേക്കൊക്കെ പോയവർക്ക് അറിയാം, മൂന്നാറിന് കുറച്ചങ്ങോട്ട് പോയാൽ മതി അല്ലെ? അവിടെ രാജമല എന്ന് പറയുന്ന പ്രദേശം ടൂറിസ്റ്റ് മേഖലയാണ് ഇടുക്കിയില്. അവിടെ ദേവികുളം താലൂക്കിൽ, അല്ലെ? പഞ്ചായത്ത് ചോദിച്ചാൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ ദേവികുളം താലൂക്കിൽ. ഇത് പഠിക്കാൻ വേണ്ടി മുമ്പ് പിള്ളേരോട് ഞാൻ ഒരു രസകരമായ ഒരു പൊടിക്കൈ പറഞ്ഞിരുന്നു. എങ്ങനെയാണത്? ദേവി കുളിക്കാൻ പോവുകയാണ്. ഇരുടാകുന്ന സമയത്ത് നോക്കൂ, ഒരു മുത്തശ്ശിയുണ്ട്, ദേവി എന്ന പേരാണ്. എന്റെ നാട്ടിൽ അങ്ങനെ ഒരു മുത്തശ്ശി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കഥ പിള്ളേരോട് പറഞ്ഞത്. ദേവിയേച്ചി എന്നാ ഞങ്ങൾ വിളിക്കുക. അമ്മൂമ്മയാണ്. അപ്പൊ ദേവിയേച്ചി പണ്ടത്തെ ഒരാളായതുകൊണ്ട് ഒരു ഇരുടാകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കുളത്തിലേക്ക് കുളിക്കാൻ പോകും. അപ്പൊ 97 വയസ്സ് ചിന്തിക്കുക. നിങ്ങൾക്ക് 97 വയസ്സുള്ള ഒരു അമ്മൂമ്മ, അല്ലെ? 97 വയസ്സുള്ള അമ്മൂമ്മ കുളിക്കാൻ പോകുന്നത് ചിന്തിക്കേണ്ട ലോജിക്കില്ല. അപ്പൊ 97 വയസ്സുള്ള ദേവിയേച്ചി ഇരുടാവുമ്പം കുളിക്കാൻ പോകും. ഇരുടാവുമ്പം ഇരുട്ടാവുമ്പം കുളിക്കാൻ പോകും. എവിടെ പോകും? ദേവിയേച്ചി കുളത്ത് കുളിക്കാൻ പോകും. ഇരവികുളം, ദേവികുളം, 97 വയസ്സ് അവിടെ കണക്ട് ചെയ്ത് വെക്കുക. മൂന്നാറിൽ നല്ല തണുപ്പാണല്ലോ. അപ്പൊ ഈ ദേവികുളം എന്ന് പറയുന്ന താലൂക്ക് മൂന്നാറിൽ നല്ല തണുപ്പാണെങ്കിലും ഇരുടാവുമ്പം കുളിക്കാൻ പോകും, ദേവിയേച്ചി കുളിക്കാൻ പോകും. 97 വയസ്സുള്ള അമ്മൂമ്മ ദേവിയേച്ചി കുളിക്കാൻ പോകും എന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും മറന്നു പോകില്ല. 97 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. ദേവികുളം താലൂക്കിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഇടുക്കിയിൽ 1975 അടിയന്തരാവസ്ഥ വേളയിൽ ഇതൊരു വന്യജീവി സങ്കേതമായി വരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം 1978. 1978. എല്ലാവരും പഠിച്ചു വെച്ചേ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളമായ ദൈവത്തൊട്ട് പഠിച്ചല്ലോ. വരയാടുകൾക്ക് പ്രസിദ്ധമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സ്ഥിരം PYQ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, ഇത് പലർക്കും കൺഫ്യൂഷൻ ആണ്. ചില റാങ്ക് ഫയലൊക്കെ നമ്മുടെ സൈലന്റ് വാലി കൊടുത്തിട്ടുണ്ട്. മുൻകാലത്ത് ഒരു പരീക്ഷയിൽ 2014 എങ്ങനെയാണെന്ന് തോന്നുന്നു PSC സൈലന്റ് വാലി എടുത്തിരുന്നു. നമ്മള് കോർ ഏരിയ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുത് ഏതാണ്? ഇരവികുളമാണ്. മൊത്തത്തിലുള്ള വിസ്തൃതി നോക്കുമ്പോൾ സൈലന്റ് വാലി വലുതായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് ഏറ്റവും വലിയ നാഷണൽ പാർക്ക് സൈലന്റ് വാലി എന്ന് കൊടുത്തത്. പക്ഷേ PSC റീസെന്റ് ഉൾപ്പെടെ ചോദിച്ചത് ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇനി എങ്ങാനും ഇരവികുളം ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് വാലി എഴുതണം കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, ഏറ്റവും ഉയരത്തിലുള്ള മൂന്നാർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. മൂന്നാർ നമ്മള് അങ്ങോട്ടേക്ക് ഇരവികുളത്തേക്ക് പോകണം, അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകണം അല്ലേ? അതുകൊണ്ട് തന്നെ ആലോചിച്ച് വെക്കുക, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാടാ? ആനമുടിയല്ലേ?
ആനമുടിയുടെ ഉയരം ഒന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ കേരള ജോഗ്രഫിയുടെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. പ്ലേലിസ്റ്റിനകത്ത് ഓരോ ക്ലാസ്സുകൾ മലനാട്, ഇടനാട്, ജില്ലകള്, നദികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ മലനാടിൽ പറഞ്ഞിരുന്നു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയുന്നവർക്ക് ഒന്ന് കമന്റ് ചെയ്ത് ആനമുടിയുടെ ഹൈറ്റ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ്. മൂന്നാറില് ദേവികുളം താലൂക്കിലാണ് ആനമുടി. ഇരവികുളത്തിന്റെ ഭാഗമാണെന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും വലിയ ദേശീയോദ്യാനം, ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം, ആദ്യത്തെ ദേശീയോദ്യാനം പഠിച്ചല്ലോ. അവിടെ ഒരു വെറൈറ്റി പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ പന്നൽ ഉദ്യാനം. പന്നൽ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അറിയില്ല. അതുകൊണ്ട് ഞാനിവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കിണറൊക്കെ അല്ലേ, കിണറിന്റെ ഒക്കെ വശങ്ങളിൽ ചില ചെടികളുണ്ട്. നമ്മൾ മുമ്പൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ അതിങ്ങനെ പറിച്ച് കയ്യിലൊക്കെ വെച്ചിങ്ങനെ അടിച്ചിങ്ങനെ അടയാളം വരുത്തുമായിരുന്നു അല്ലെ, പിറകു ഭാഗത്തൊരു ഒരു വൈറ്റ് കളറുള്ള. അപ്പൊ അത്തരത്തിലുള്ള ചില ചെടികളാണ് പന്നൽ ചെടികൾ എന്ന് വിളിക്കുക. അപ്പൊ പന്നൽ ഉദ്യാനം കേരളത്തിൽ എവിടെ ചോദിച്ചാൽ, എടാ വരയാട് ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആട്ടുംകുട്ടികൾക്ക് അല്ലേ, ആടിനൊക്കെ നമ്മൾ ഇത് കൊടുക്കാറുണ്ട് കഴിക്കുക. അപ്പൊ വരയാടിന് ഈ പന്നൽ ചെടി ഇഷ്ടമാണ്. എവിടെയാണ് കേരളത്തിൽ ആദ്യത്തെ പന്നൽ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളത്ത്. അത് പഠിച്ചു വെക്കാം. നോക്കൂ, ഈ പന്നൽ എന്ന് കേൾക്കുമ്പോ ഈ കംപ്ലീറ്റ് പന്നൽ ചെടികളോട് കുളത്തിൽ കുളിക്കാൻ പോയ ദേവിയേച്ചിക്ക് ലെക്കില്ലായിരുന്നു. ആലോചിച്ചോ, ലെക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യം അല്ലെ, ലെക്കി എന്നൊക്കെ പറയല്ലേ. അപ്പൊ വേണമെങ്കിൽ ആലോചിക്കാം, ഇരുട്ടായ സമയത്ത് കുളിക്കാൻ പോയ ദേവിയേച്ചി, 97 വയസ്സാണ്, ദേവി കുളിക്കാൻ പോയി ഇരവികുളം. അപ്പൊ എന്ത് ചെയ്തു? അവിടെ കംപ്ലീറ്റ് പന്നൽ ചെടികളാണ്. അപ്പൊ ദേവിയേച്ചിക്ക് എന്ത് സംഭവിക്കുന്നു? ദേവിയേച്ചിക്ക് ലെക്കില്ല കുളിക്കാൻ. അവർ തിരിച്ചു പോരുന്നു. ലക്കം വെള്ളച്ചാട്ടം കേട്ടോ. ലക്കം വെള്ളച്ചാട്ടം ചോദിക്കും. ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ദേവികുളം, ഇരവികുളം, ലെക്കില്ല. അവിടെ പന്നൽ ചെടികളായിരുന്നു. ഇത് ഞാൻ ചുമ്മാ കണക്ട് ചെയ്താണ്, വേണമെങ്കിൽ കോഡാക്കി ആലോചിക്കാം. ഒരു ചോദ്യം പിടിച്ചേ. PYQ 2024 ചോദിച്ചോ, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായത്. ചോദ്യം വേഗം വായിക്കുമ്പോൾ പരീക്ഷാളന് ശരിയോ തെറ്റോ ശ്രദ്ധിക്കണേ. ശരിയായത്, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, പരീക്ഷാളൻ തന്നെ പെട്ടെന്ന് ശരിയാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യും. സിംഹവാലൻ കുരങ്ങ് നമ്മൾ പഠിച്ചില്ലല്ലോ, ഇല്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ 1ഉം 2ഉമാണ് ശരി അല്ലെ. ഓപ്ഷൻ D ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതുപോലെ ചോദ്യങ്ങൾ വരുമോ നിങ്ങൾ ശങ്കിക്കേണ്ട. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. കാരണം ഇത്രയ്ക്കൊന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് LDC LGS ചോദിക്കില്ല. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുക താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഇത് ചോദ്യം വളരെ രസമാണ്. കാരണം നിങ്ങൾക്ക് വന്യജീവി സങ്കേതങ്ങൾ 2 ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ തന്നെ തിരുവനന്തപുരം മേഖലയിലൊക്കെ വരയാടുകൾ, ഈ വരയാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് അല്ലേ. അപ്പൊ അവിടെ ഞാൻ പറയാൻ വിട്ടു എന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ വിട്ടു, നന്നായി. കാരണം വരയാടിന്റെ ശാസ്ത്രീയ നാമം ഞാൻ നേരത്തെ പറഞ്ഞില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൊട്ടു മുമ്പിൽ വന്യജീവി സങ്കേതങ്ങൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഗ്ലൂട്ട ട്രാവൻകൂറിക്ക ഷെന്തുരുണിയാണ്. മക്കാക്ക സിലനസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞില്ലെങ്കിൽ ഇനി പറയും. മക്കാക്ക സിലനസ് എന്താണ്? ഈ പറയുന്ന സിംഹവാലൻ കുരങ്ങാണ്. ഇതൊക്കെ ചോദിക്കും. സ്ട്രോബിലാന്തസ് കുന്തിയാന നമ്മൾ മുമ്പ് പഠിച്ചാണ്, നീലക്കുറിഞ്ഞിയാണ്. അപ്പൊ സ്ട്രോബിലാന്തസ് കുന്തിയാന നീലക്കുറിഞ്ഞി, ഗ്ലൂട്ട ട്രാവൻകൂറിക്ക ഷെന്തുരുണി, ഇതൊക്കെ മുൻ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് വരയാടിനെ കുറിച്ച് ചോദിക്കും. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമായിട്ടുള്ള വരയാട് എന്ന് വെച്ചാൽ ഇരവികുളത്ത് മാത്രമാണ് ഉണ്ടാവുക അല്ല. ആ മേഖലയിൽ ഈ തെക്കോട്ട് തിരുവനന്തപുരം മേഖലയിലൊക്കെ ചില സ്ഥലങ്ങളിൽ വരയാടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. നീലഗിരി മലനിരകളിലല്ലേ. ട്രാഗസ് ഹൈലോക്രിയസ്, റിപ്പീറ്റ് ചെയ്ത് പറയട്ടോ. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം. അപ്പൊ വരയാടിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വരുന്നു. അവിടെ ശ്രദ്ധിക്കൂ. വരയാട് മൂന്നാറിൽ, ഇതൊരു ലോജിക്ക് വെച്ചാൽ, ഒരു ഐഡിയ വെച്ചാൽ ഈ ക്വസ്റ്റിന് കിട്ടും ആൻസർ. വരയാട് മൂന്നാറിൽ മാത്രം, ശരിയാണ് വേണ്ട കേട്ടോ, മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു. അത് തെറ്റല്ലേ? അങ്ങനെയാണോ? മൂന്നാറിൽ മാത്രം വരയാട് നിൽക്കാൻ പറയാൻ വരയാടോട് പറയാൻ പറ്റുമോ? നമുക്കില്ല. വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം, അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. അവിടെ മാത്രമുള്ള കാര്യമൊന്നുമല്ല, തെറ്റാണ്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട്, എല്ലാം തെറ്റാണ്. അത് പറ്റില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിലുണ്ടല്ലോ. അപ്പൊ ഇതൊരു പോസിബിൾ ആയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ശരിയായ പ്രസ്താവന. അങ്ങനെ കണക്ട് ചെയ്യാലോ. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വീണ്ടും കണ്ടോ, സെയിം ക്വസ്റ്റ്യൻസ് ആ, സിമ്പിൾ ആണെന്ന് മനസ്സിലായില്ലേ? എല്ലാ പരീക്ഷയ്ക്കും ചോദ്യം വരുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മക്കളെ. നമ്മൾ ആകെ കുറച്ച് പോയിന്റേ പഠിച്ചുള്ളൂ. 2024 മറ്റൊരു ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം, ശരിയാണ്. 1978 നിലവിൽ വന്നു. എന്താണ്? ശ്രദ്ധിക്കണം, ശരിയല്ലേ? നാഷണൽ പാർക്കായിട്ട് 78 അല്ലേ? 75 വന്യജീവി സങ്കേതമല്ലേ? തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചു. തേക്കടി പെരിയാർ വന്യജീവി സങ്കേതമാണ്.
അപ്പൊ ഇത് മൂന്നും ശരിയാണ്, തെറ്റ് ഇത് മാത്രമാണ്, തെറ്റായ പ്രസ്താവനയാണ്, ശ്രദ്ധിക്കണം. കണ്ടോ? അപ്പൊ എന്താണ്? 4 മാത്രം. നമുക്ക് രണ്ടാമത്തെ നാഷണൽ പാർക്കിലേക്ക് പോകാം. സൈലന്റ് വാലി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ്. പാലക്കാട് ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് സൈലന്റ് വാലിയുടെ പ്രത്യേകത? പുള്ളിക്കാരി സൈലന്റ് ആണ്, ഒരു കന്യകയാണ്, പാപം. നേരത്തെ ദേവിയേച്ചി ഇരട്ടത്ത് കുളിക്കാൻ പോയി, 97 വയസ്സാണ്, കുളിക്കാൻ പോയപ്പോ പന്നൽ ചെടി കണ്ടു, ലക്കില്ല. അങ്ങനെയല്ലേ പഠിച്ചത്? അങ്ങനെയാണ്, ആലോചിച്ച് നോക്കുക. അപ്പൊ അത് ഇടുക്കി ജില്ലയിലാണ്, 1978 ഇരവികുളം. എന്നാൽ രണ്ടാമതായി കേരളത്തിൽ വരുന്ന നാഷണൽ പാർക്ക് 1984 നോക്കൂ, അതിലേക്ക് നമുക്ക് വരാം, ആ എഴുതിയ പോയിന്റിലേക്ക്. 84 ഇന്ദിരാഗാന്ധി, നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്ന. പാവം, സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി സൈലന്റ് ആയിപ്പോയി എന്ന് ആലോചിക്കുക. പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണേ. ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷം 1984. മാഡം സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു, മാഡം മരണപ്പെട്ടു പോയി എന്ന് ആലോചിക്കാം. അപ്പൊ ഈ ഒരു വർഷം സൈലന്റ് ആണ്, കന്യകയാണ്. രണ്ടാമത്തെ ദേശീയോദ്യാനം കന്യാവനം. ഒരുപാട് നല്ല മനോഹരമായ ശക്തമായ ഫോറസ്റ്റ് ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം. ആളുകൾ അധികം എത്തിപ്പെട്ടില്ല. രണ്ടാമത്തെ വലിയ നാഷണൽ പാർക്ക് കേരളത്തിലത് ഇരവികുളം കഴിഞ്ഞാൽ നോക്കൂ, അക്കോർ ഏരിയ വെച്ചിട്ടാ പറയുന്നത് കേട്ടോ. ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി കേരളത്തിലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഗൂഗിൾ നോക്കിയാലും കുഴപ്പമില്ല. സൈലന്റ് വാലിയുടെ വിസ്തൃതി എത്രയാണ്? ഞാനിതാ പിൻ ചെയ്ത് വെക്കും കേട്ടോ. കമന്റ് ചെയ്യുന്ന പിള്ളേരോട് വിസ്തൃതി. കേരളത്തിലെ വലിയ രണ്ടാമത്തെ ദേശീയോദ്യാനം എന്ന് പറഞ്ഞല്ലോ, ഏക നിത്യഹരിത മഴക്കാടാണ്. PYQ ആണ് കേട്ടോ. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതാണ്? സൈലന്റ് വാലിയാണ്. ചീവീടുകളില്ല മക്കളെ, അല്ലേ? ഇപ്പൊ തന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ അലസാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ വീഡിയോയിലൊക്കെ കേൾക്കുന്നുണ്ടാവും. ഫുൾ ടൈം നമ്മുടെ പല സാറുമാരുടെ ക്ലാസ്, എൻ്റെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ അധികം സജ്ജീകരണങ്ങൾ റൂം നല്ല എടുക്കുന്നത്, ചീവീടിന്റെ അലസാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ ചീവീടുകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സൈലന്റ് വാലി. മറ്റു ചില കഥകളും പറയുന്നുണ്ട്, പുരാണങ്ങളിലെ പേര് വെച്ചിട്ടാണ് സൈലന്റ് വാലി വന്നതെന്നും. പക്ഷേ ഇങ്ങനെ ചീവീടുകൾ ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലി എന്ന് പേര് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ വന്നത് എന്നാണ് PSCയുടെ ആൻസർ. ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. 1914 NSS ഒക്കെ രൂപീകരിച്ച വർഷമാണ്. കേരളത്തിലകത്ത് അല്ലെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ 1914 വർഷം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. 1914 NSS വന്നപ്പോൾ എന്ത് വന്നു? സൈലന്റ് വാലി ഒരു റിസർവ് വനമായി പ്രഖ്യാപിച്ചു. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചേ. 1914 നാഷണൽ സർവീസ് സ്കീം അല്ലട്ടോ, നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച 1914 അല്ലേ? അപ്പൊ 1914 റിസർവ് വനമായി ഫോറസ്റ്റ് ഏത് ഈ പറയുന്ന നമ്മുടെ സൈലന്റ് വാലി വരുന്നു. 84 ഞാൻ പറഞ്ഞു, ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷം സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. എന്നാൽ പിറ്റേത്തെ വർഷമാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. 2007 തൊട്ടു മുമ്പിലത്തെ വന്യജീവി സങ്കേതങ്ങളെ ക്ലാസ്സിൽ പഠിച്ചു. ചൂലന്നൂർ പക്ഷി സങ്കേതം വന്നത് 2007 അല്ലേ? ചൂലന്നൂർ മയിലാണ്. അവിടെ ഒരു ബഫർ സോൺ ആണ് ഈ പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ. അതുകൊണ്ട് സൈലന്റ് വാലിയെ ബഫർ ആക്കിയപ്പോ പക്ഷികളൊന്നും അങ്ങോട്ട് പോണ്ട. മയിലേ, ഇത് പഠിക്കാനുള്ള ട്രിക്കാട്ടോ പറയുന്നത്. മയിലുകള് ചൂലന്നൂർ നിന്ന്, അതായത് KK നീലകണ്ഠൻ എന്റെ പേരൊക്കെ വെച്ച് നമ്മൾ ചൂലന്നൂർ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ ചൂലന്നൂർ വന്യജീവി സങ്കേതം അതല്ലെങ്കിൽ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം മയിലുകളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോകണ്ട, കാരണം സൈലന്റ് വാലി എന്താക്കിയിട്ട് ബഫർ സോൺ ആക്കി പ്രഖ്യാപിച്ചിട്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ വേണ്ടി പറയാട്ടോ, ഒരു ട്രിക്കാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പൊ 2007 സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. അതെന്താക്കുന്നു? ബഫർ സോൺ ആക്കുന്നു. ഇതേ പാലക്കാട് ജില്ലയിൽ ചൂലന്നൂർ പക്ഷി സങ്കേതം വരുന്നു. കണക്ട് ചെയ്ത് വെക്കല്ലോ. 1914 നമ്മൾ പറഞ്ഞു NSS വന്ന വർഷം റിസർവ് വനമാകുന്നു. 84 ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിലൊന്നാണ് ഇന്ദിരാഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 2009 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വർഷമാണ് സൈലന്റ് വാലി. 2009 സൈലന്റ് വാലി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്ക്. ദേവികുളം താലൂക്കിൽ ഇരവികുളം ദേവികുളം മണ്ണാർക്കാട്. ഇപ്പോ ചില സംശയമൊക്കെ ഉണ്ട്, വട്ടപ്പാടി പുതുതായിട്ട് വന്ന താലൂക്കാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ PSC അവസാനമായിട്ടും SCERT മുൻകാലങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും PSC അവസാനത്തെ പരീക്ഷയിലും മണ്ണാർക്കാടാണ് ചോദിച്ചത്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഭാവിയിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കും. പിന്നീട് എപ്പോഴെങ്കിലും ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ നിലവിൽ താലൂക്ക് മണ്ണാർക്കാട് താലൂക്കിൽ തന്നെയാണ്, പാലക്കാട് ജില്ലയിലാണ്. ഓർത്ത് വെച്ചേക്കുക. പുരാണങ്ങളിൽ സൈലന്റ് ആണ്, സൈലന്റ് സൈരന്ത്രി, സൈലന്റ് ആയ വനം,
സൈരന്ധ്രി വനം, സൈലന്റ് ആയ വനം, സൈരന്ധ്രി വനം കിട്ടൂലേ? അപ്പൊ സൈരന്ധ്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് നമ്മുടെ സൈലന്റ് വാലി. ആ പേര് തന്നെയുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ സൈലന്റ് വാലി എന്ന് പേര് നിർദ്ദേശിച്ചത് റോബർട്ട് റൈറ്റ്. അദ്ദേഹം കറക്റ്റ് ആയിരുന്നു, റൈറ്റ് ആണ്, റോങ് അല്ല, റൈറ്റ് ആണ്. സൈലന്റ് വാലി, സൈലന്റ് എന്താണ്, ചീവീടില്ല, റൈറ്റ് ആയിട്ട് പറഞ്ഞു, റൈറ്റ് റൈറ്റ് റോബർട്ട് റൈറ്റ്. ബൈഹാർട്ട് പഠിക്കുക. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നു. മണ്ണാർക്കാട് താലൂക്കിൽ പാലക്കാട് ജില്ലയിൽ സൈലന്റ് വാലി ഉൾപ്പെടുന്ന മലനിരകൾ, ബയോസ്ഫിയർ റിസർവ്, നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഈ പറയുന്ന സൈലന്റ് വാലി. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുറുത്തി. നല്ല സുന്ദരിയായ കന്യകയാണ് അവൾ, സൈലന്റ് ആണ്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടുള്ള ആ സൈലന്റായ കന്യകയായ അല്ലേ ആ പാവം പെൺകുട്ടി മൂക്കുത്തി കുത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പാലക്കാട് പക്കത്തിലെ ഒരു അപ്പാവി പെണ്ണ് അല്ലെ, ആ പെണ്ണ് സൈലന്റ് ആണ്. ആ പെണ്ണിന് എന്തുണ്ട്, ഒരു മുക്കുത്തിയുണ്ട്. പാട്ടൊന്നും പാടില്ല, പഠിക്കാൻ വേണ്ടി. മുക്കുറുത്തി നാഷണൽ പാർക്ക് സൈലന്റ് വാലിയോട് ചേർന്ന് നിൽക്കുന്നു, ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മണ്ണാർക്കാട് താലൂക്കിൽ സൈലന്റ് ആയ കന്യകയായ ആ പെൺകുട്ടിയെ മറന്നുപോകുമോ? മൂക്കുത്തിയത് ഇരവികുളം, ദേവികുളം മറന്നുപോകുമോ? മറക്കില്ല. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുണ്ട്. എവിടെ പോയി നമ്മുടെ സിംഹവാലൻ കുരങ്ങുകൾ? ഇതാ അവിടെ കാണാം കേട്ടോ. അപൂർവമായിട്ട് കാണുന്ന സിംഹവാലൻ കുരങ്ങുകൾ എവിടെയുണ്ട്? അത്യാവശ്യം നമ്മുടെ സൈലന്റ് വാലി ഉണ്ട്. സിംഹവാലൻ കുരങ്ങൻ നേരത്തെ ഞാൻ പറഞ്ഞു, അതിന്റെ ശാസ്ത്രീയ നാമം മക്കാക്കാസിലനസ്. PSC സ്ഥിരം ചോദിക്കുന്നതാണ്, ബൈഹാർട്ട് പഠിച്ച മക്കളെ. എന്താണ് മക്കാക്കാസിലനസ്? സിംഹവാലൻ കുരങ്ങുകൾ. സിംഹവാലൻ കുരങ്ങുകളുടെ ഇഷ്ടഭക്ഷണമാണ് എന്ത്? വെടിച്ചക്ക. ആ വെടിച്ചക്കകൾ സൈലന്റ് വാലിയിൽ ധാരാളമായിട്ടുണ്ട്. ഈ വെടിച്ചക്കളുടെ വെടിപ്ലാവുണ്ടല്ലോ, ആ വെടിപ്ലാവിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണാൻ കാരണം. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം കുലീനിയ എക്സാറിലാറ്റ. നല്ല കുലീന സ്ത്രീ എന്നൊക്കെ പറയുന്ന കുലീനിയ എക്സാറിലാറ്റ. ലോറി കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ചക്കട്ടോ, കുലീനിയ എക്സാറിലാറ്റ വെടിപ്ലാവ്. മക്കാക്കാസിലനസ് സിംഹവാലൻ കുരങ്ങ്. മാറരുത്. നോക്കൂ സൈലന്റ് വാലിയുടെ വിസ്തൃതി. നേരത്തെ പഠിച്ചവർക്ക്, കമന്റ് ചെയ്തവർക്ക് തെറ്റാണോ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 89 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു 97 വയസ്സാണ് ആർക്ക്? ദേവിയേച്ച് കുളിക്കാൻ പോയില്ലേ, പന്നൽച്ചെടി കണ്ടില്ലേ, ലക്കില്ലാണ്ട് തിരിച്ചു പോന്നില്ലേ കുളത്തില്, ദേവികുളം, ഇരവികുളം. 97 ഇപ്പൊ സെറ്റായില്ലേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 89 89 കോർ ഏരിയ സൈലന്റ് വാലിയുടെ. മറക്കണ്ട, സൈലന്റ് വാലിയെ കുറിച്ച് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം പിള്ളേരെ. സൈലന്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി, ഉദ്ഭവം തുപ്പല് തെറിച്ചോ, തൂതപ്പുഴ. ഉദ്ഭവം അങ്ങനെ പറയാം, നാവുണ്ട്. ഉദ്ഭവം തൂത ഉദ്ഭവം എന്ന് കേൾക്കുമ്പോഴാ തൂതപ്പുഴ. ഒഴുകുന്നത് കുന്തിപ്പുഴ. തെറ്റിക്കരുത്, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, മാറരുത്. ഉദ്ഭവിക്കുന്നു തൂതപ്പുഴ, ഒഴുകുന്നു കുന്തി. കുന്തി ഇങ്ങനെ ഒഴുകി വരുമ്പം കുന്തി ചേച്ചി എന്താ ചെയ്യുന്നറിയാം, അവിടുന്ന് പാത്രം കഴുകുന്നു. അങ്ങനെ ആലോചിച്ചാൽ മതി. ഒഴുകുന്ന വെള്ളത്തിൽ പാത്രം കഴുകുന്നവൾ ആരാണ്? അവൾ കുന്തി. തൂത എന്ന് പറഞ്ഞൊരു പേരൊന്നും ഇല്ലല്ലോ. പേരുണ്ടാവും, പക്ഷെ നമുക്ക് കുന്തി എന്ന് കേൾക്കുമല്ലേ അല്ലേ? നമ്മുടെ പുരാണങ്ങളില്, ഇതിഹാസങ്ങളില് കുന്തി ദേവി നമുക്ക് അറിഞ്ഞൂടെ? അപ്പൊ അതുകൊണ്ട് കുന്തി എന്ന് കേൾക്കുമ്പോൾ പാത്രം കഴുകുന്ന ഒഴുകുന്ന വെള്ളത്തിലാണ്. അപ്പൊ ഒഴുകുന്ന വെള്ളത്തിൽ പാത്രം കഴുകുന്നു അവളാരോ, അവളാണ് കുന്തി അല്ലെ? ഒഴുകുന്ന വെള്ളത്തിൽ. അപ്പൊ ഒഴുകുന്ന നദി, പാത്രക്കടവ്. വിവാദമായ, ഇപ്പൊ അത് ഉപേക്ഷിച്ചു, വിവാദമായ പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ് പിള്ളേരെ. അപ്പൊ ഒഴുകുന്നത് കുന്തി, ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബിൾ. പഠിക്കുക, സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബിൾ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡ് ആണ്. ഏറിയ ത്യാഗവും സഹിച്ച് ജീവിക്കുക എന്നൊക്കെ പറയാറില്ല നമ്മള്. കഷ്ടപ്പെട്ട് ഏറിയ ത്യാഗവും സഹിച്ച് PSC പഠിക്കുന്നവർ ആലോചിക്കുക, അവിടെ ഏറിയ ത്യാഗമുള്ള ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മാഷേ. കമന്റ് ചെയ്യും, സത്യം പറ, അങ്ങനെയുള്ളവർ കമന്റ് ചെയ്തേ. ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓർക്കാൻ ബുദ്ധിമുട്ടാണ് സൈലന്റ് വാലിയിൽ ഓർക്കിഡ്. ഏറിയ ത്യാഗവും സഹിച്ച ഓർക്കുന്നല്ലേ, ഏറിയ ത്യാഗി. സെറ്റ്. സൈലന്റ് വാലിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. 2024 PYQ ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായ ഒരേപോലത്തെ PYQ 100 കണക്കിനുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ചെണ്ണം എടുത്തുള്ളൂ കേട്ടോ.
സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവന. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ശരിയാണ്. ഇവിടെ തെറ്റായത് ആദ്യം തന്നെ ശ്രദ്ധിക്കണേ, ചോദ്യം വായിക്കുമ്പോൾ തെറ്റായതാ. ഓക്കെ. ചീവീടുകൾ അപൂർവമായത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ തായ്വാൻ എന്ന പേര് വന്നത്. കണ്ടോ, PSC ക്വസ്റ്റ്യൻ ആണ്. ശരിയാണ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ പഠിച്ചു പാലക്കാട് പക്കത്തില് അല്ലേ. അപ്പൊ എന്താണ് തെറ്റായത്? 3 മാത്രം. സെറ്റ്. മതികെട്ടാൻ ചോലയിലേക്ക് പോകാം. ഇപ്പൊ 2 എണ്ണം പഠിച്ചു, ഇരവികുളം, സൈലന്റ് വാലി. ഇനി 3 എണ്ണം കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. മതി ആനെ പാമ്പുണ്ട് എന്ന് പറഞ്ഞ കേട്ടോ. മതി ആനെ പാമ്പുണ്ട്. 2003 വർഷം മറക്കണ്ട. 3 എണ്ണം ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ അടുത്തടുത്ത് നിൽക്കുന്ന 3 പ്രദേശങ്ങൾ മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. 3 എണ്ണമുണ്ട് ഇടുക്കിയിലാണ്. മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. എന്ത് രസ, 3 ചോല വനങ്ങളാ. 3 എണ്ണമുണ്ടല്ലോ. 7 വർഷം 2003. എന്ത് രസ പഠിക്കാൻ. റാംസർ പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ട് വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട ഏതു വർഷമാണ് വന്നത്? നിങ്ങൾ കമന്റ് ചെയ്ത് തെറ്റിക്ക്. റാംസർ പട്ടികയില് നമ്മുടെ 3 കായലുകൾ വരുന്നുണ്ട് അല്ലെ. ഏതു വർഷം നിങ്ങൾ കമന്റ് ചെയ്യും. എനക്കറിയാൻ മേല, നിങ്ങൾ കമന്റ് അല്ലെ. നോക്ക്, പഠിക്ക്. സ്ഥിരം ചോദ്യമാണ്. അപ്പൊ മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. 2003. എന്ത് രസാ പഠിക്കാൻ. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മതിയെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഉടുമ്പ്. ആന പറയുന്നു ദേവി, പാമ്പ് പറയുന്നു ദേവി. അപ്പോൾ 3-ൽ മതി എന്ന് കേൾക്കുമ്പോൾ ഉടുമ്പ്. ഉടുമ്പിനെ മതി. പാമ്പിനെയും വേണ്ട, ആനയെയും വേണ്ട. ഇത് കേട്ടിട്ട് ദയവ് ചെയ്ത് കേസൊന്നും കൊടുക്കരുത്. ഉടുമ്പിനെ മതി എന്ന് പറയാം. ഉടുമ്പിനെ പിടിക്കാനോ തിന്നാനോ ഇതാക്കാനൊന്നും പാടില്ല. പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ ആലോചിച്ചോളൂ. ഉടുമ്പിനെ മതി, ആനയെ വേണ്ട, പാമ്പിനെ വേണ്ട. എന്തിനാ വേണ്ടത്? ഉടുമ്പിനെ മതി, ആനയെ വേണ്ട, പാമ്പിനെ വേണ്ട. ഉടുമ്പിനെ മതി, ആനയെ വേണ്ട, പാമ്പിനെ വേണ്ട. എനിക്കെതിരെ കേസ് കൊടുക്കല്ലേ. അപ്പൊ ഉടുമ്പൻ ചോലയിലാണ് മതികെട്ടാൻ ചോല എന്നാണ് PSCയുടെ ആൻസർ. നിങ്ങൾ വിക്കിപീഡിയ ഒക്കെ തെരഞ്ഞു കഴിഞ്ഞാൽ വിസ്തൃതി കിട്ടിയും 12.8. നോക്കൂ, 3 എണ്ണത്തിൽ 12.8. 12.8. ഈ ഫോട്ടോ ഒന്നതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഗൂഗിളിൽ നിന്ന് കിട്ടി എടുത്ത് വെച്ചാണേ. അല്ലെങ്കിൽ ചുമ്മാ ഒരു രസത്തിന് കൊടുത്തു മനസ്സിലായി. 12.8 ആണ് മതികെട്ടാൻ ചോല. ഇവിടെ 2-3 പോയിന്റുകൾ ശ്രദ്ധിക്കണം. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വനമായി പ്രഖ്യാപിച്ച പ്രദേശമാണ്. 1897 രാമകൃഷ്ണ മിഷനൊക്കെ സ്ഥാപിച്ച വർഷമാണ്. അമരാവതി സമ്മേളനത്തിൽ C ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷമാണ് 1897. ആ വർഷമാണ് അല്ലെ രാമകൃഷ്ണ മിഷൻ, ചേറ്റൂർ ശങ്കരൻ നായർ, മതികെട്ടാൻ ചോല റിസർവ് വനമായി എന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്നത് കാട്ടുമലയാണ്. ഏറ്റവും ഉയർന്ന പ്രദേശം വലിയൊരു കാടുള്ള മലയാണ്. ഉടുമ്പുണ്ട് അവിടെ അല്ലെ. മതി, ഉടുമ്പിനെ മതി. കാട്ടുമല. മതികെട്ടാൻ ചോലയിൽ വരുന്ന പ്രദേശത്തും കാട്ടുമല. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുണ്ട്. മതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടുമ്പെന്ന് കേൾക്കുമ്പോൾ അവിടെ എന്താണ് കുറച്ച് ജീവികൾ ആലോചിക്കുക. ഉടുമ്പെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഉടുമ്പിനെ നമ്മൾ താഴെ കൂടി ഇങ്ങനെ പോകുന്ന ഒരു ഉരകമല്ലേ ഉടുമ്പ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ കുത്തി ഒലിച്ചു വരുന്ന മതികെട്ടാൻ പുഴയുണ്ട് മതികെട്ടാൻ ചോലയിൽ. അതിനകത്ത് ഉടുമ്പുണ്ട് എന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഞെണ്ടുണ്ട്. ആലോചിക്കാം. അപ്പൊ കണക്ഷൻ കിട്ടുമല്ലോ. ഉച്ചില് കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞണ്ടാർ. ഒന്ന് ആലോചിക്കേ, ഒന്ന് ഇഷ്ടപ്പെട്ട് ആലോചിക്കേ. 2003 മതികെട്ടാൻ, ആനമുടി, പാമ്പാടും ചോല. അതിനകത്ത് 2003 മതികെട്ടാൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മതി ഉടുമ്പ് അല്ലെ. മതികെട്ടാൻ ചോല ഉടുമ്പ് കേൾക്കുമ്പോൾ താഴെ കൂടി പോകുന്നൊരു വെള്ളം ആലോചിക്കുക. ഉച്ചത്തിൽ എന്നെ കുത്തി ഒളിച്ചു വരുന്നു. ഉച്ചില് കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞണ്ടാർ. ഇനിയുമുണ്ട് ഈ പറയുന്ന ചില നദികൾ. അപ്പൊ മതികെട്ടാൻ ചോല ഉത്ഭവിക്കുന്ന നദികളാണ്. ഏറ്റവും ഹൈറ്റ് ഉള്ളത് കാട്ടുമല പഠിച്ചു. ഇനി ആനമുടിയെ കുറിച്ച് 2 പോയിന്റ്. ആനമുടിയെ കുറിച്ച് വർഷം കിട്ടി, താലൂക്കും കിട്ടി. കാരണം ആനമുടി ദേവികുളം, ഇരവികുളം ദേവികുളം, പാമ്പാടും ചോല ദേവികുളം കേട്ടോ. അപ്പൊ അവിടെ മതികെട്ടാൻ മാത്രമാണ് എന്ത്, മതി ഉടുമ്പ്, ആനയും പാമ്പും വേണ്ട. ദേവി കേട്ടോ, ദേവി. നോക്കൂ, അവിടെ മതികെട്ടാൻ ചോലയാണ് ഏറ്റവും വലുത്.
അതുകൊണ്ടാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള കാട്ടുമലയൊക്കെ ഉള്ളത് 7.5 ആണ്. നോക്കൂ അവിടെ എത്ര പറഞ്ഞത് 12.8 7.5 സെറ്റാണോ? 12.8 മതി. 7.5 ആന കിട്ടണം. റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുക, കിട്ടും. തൂവാനം വെള്ളച്ചാട്ടം വളരെ സിമ്പിളാ, പഠിക്കൊന്നും വേണ്ട. ലക്കം വെള്ളച്ചാട്ടം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അത് ഇരവികുളത്താണ് അല്ലെ. ദേവി കുളിക്കാൻ പോയപ്പോ ലക്കില്ല, പന്നച്ചെടി ഉണ്ട്. അപ്പൊ മതി എന്ന് കേൾക്കുമ്പോൾ തുമ്പിക്കൈ ആലോചിക്കുക. സോറി ആന എന്ന് കേൾക്കുമ്പോൾ തുമ്പിക്കൈ ആലോചിക്കുക. ആനയ്ക്ക് എന്തുണ്ട്? തുമ്പിക്കയുണ്ട്. അതിനകത്ത് ഇങ്ങനെ വെള്ളം എടുത്ത് ചീറ്റും. തൂവാനം വെള്ളച്ചാട്ടം എന്ന് കേൾക്കുമ്പോൾ ആനമുടി അല്ലെ. തൂവാനം വെള്ളച്ചാട്ടം ആനന്റെ മുടി പോലെയാണ്, മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തൂവാനം കേട്ടോ. ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ട്രീ ഫേൺ പന്നൽ ചെടി, നമ്മൾ നേരത്തെ പന്നലിനെ കുറിച്ച് പറഞ്ഞു ഇരവികുളത്തെ, അതുപോലെ ഇതാ ഒരു പന്നൽ ചെടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ജുറാസിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എടാ ആനയുടെ മുടി പോലെ ആലോചിക്കുക. ആനമുടി എന്ന് പറഞ്ഞൊരു 3 നാഷണൽ പാർക്കിൽ ആനമുടിയില് തൂവാനമുണ്ട്. ജുറാസിക് പാർക്കിന്റെ കാലഘട്ടത്തിലുള്ള ആ കാലഘട്ടത്തിലുള്ള ട്രീ ഫേൺ പന്നൽ ചെടിയും ഉണ്ട്. ഇത് വട്ടവട കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലൂടെ ഭാഗമാണ് ഈ ആനമുടിച്ചോല. വട്ടവടയിലൊക്കെ നിങ്ങൾ പോകാറില്ലേ? ഈ പറയുന്ന മൂന്നാറിലൊക്കെ വിസിറ്റ് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് മനോഹരമായ വട്ടവട ബോർഡർ പ്രദേശത്തേക്ക് പോകാം. കാന്തല്ലൂർ അല്ലെ. ഇപ്പൊ വട്ടവട കാന്തല്ലൂർ എന്നീ മേഖലകളിൽപ്പെട്ട ഗ്രാമപഞ്ചായത്തിൽപ്പെട്ടതാണ് ആനമുടിച്ചോല. 2003 ദേവികുളത്താണെന്ന് പഠിച്ചു. 7.5 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് പഠിച്ചു. തൂവാനം ആനമുടി തൂവാനം പഠിച്ചു. ആനമുടിച്ചോലയുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്ട്രാ 3 പോയിന്റ് ആണ്. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടവരച്ചോല, പുല്ലാർഡിച്ചോല, മന്നവൻ ചോല. മന്നവൻ പാട്ടില്ലേ? അപ്പം മന്നവൻ, പുല്ലാർഡി, ഇടവര എന്തെങ്കിലുമൊക്കെ ആക്കി പഠിക്കാം. ഇടവരച്ചോല, പുല്ലാർഡിച്ചോല, മന്നവൻ ചോല. ഇടവര പുല്ല്, മന്നവൻ ഇടയിൽ കൂടെ വരുമ്പം കംപ്ലീറ്റ് പുല്ലാണ്. അത് പോക്കാൻ ആനയെ 2 ദിവസം നടത്തിച്ചാൽ മതി. ആനമുടി കേൾക്കുമ്പം മന്നവൻ വരുന്ന വൈക്ക് അല്ലെ, കംപ്ലീറ്റ് പുല്ലാണ് ഇടവൈക്ക്. അപ്പൊ ഇടവൈ, പുല്ല്, മന്നവൻ. അപ്പൊ എന്ത് ചെയ്തു? ആനനെ കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് 4 പ്രാവശ്യം നടന്നാൽ പുല്ലൊക്കെ പോകും. ആന എങ്ങനെ ചവിട്ടി മെതിച്ച് പോയി കഴിഞ്ഞാലേ മന്നവൻ വരുമ്പോൾ ഇടയിലെ വയില് പുല്ലെല്ലാം പോകില്ലേ? ഇങ്ങനെയൊക്കെ കോടാക്കാം വേണമെങ്കിൽ. അപ്പൊ ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകൾ ഏതാണ്? ഇടവരച്ചോല, പുല്ലാർഡിച്ചോല, മന്നവൻ ചോല. അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 2024 ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും കൂടി നമ്മൾ പഠിച്ചു 2003 അവസാനത്തെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഏറ്റവും വലുത് ഇരവികുളം 97 ആണെങ്കിൽ ഏറ്റവും ചെറുത് 1.3. ആലോചിച്ച് നോക്കൂ അല്ലേ. 97 ഇരവികുളം 97 അല്ലേ പറഞ്ഞത്. ഏറ്റവും കുറവ് 1.3. പഠിച്ചില്ലേ? പഠിച്ചു 1.3. ഇവിടെ 3 മറന്നു പോകണ്ട. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എത്ര? 12.8, 7.5, 1.3. ഇത് 3 തെറ്റിക്കാതെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. 2003 ദേവികുളത്ത് നമ്മളോട് പറഞ്ഞു. ദേവികുളം ഏറ്റവും ചെറുത് അല്ലെ. IUCN റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏക മരനായായ നീലഗിരി മാർട്ടൻ ഇവിടെ ഉണ്ട്. ഇവിടെ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ വരയാട് വേറെ ഉണ്ട്. അപ്പൊ നീലഗിരി മാർട്ടനെ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുക. നീലഗിരി മാർട്ടൻ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞനാട്ടോ. ഈ മട്ടാഞ്ചേരി മാർട്ടൻ ഒക്കെ കേൾക്കുന്ന മാതിരി സിനിമയിലൊക്കെയുള്ള പേര് മാതിരി നീലഗിരി മാർട്ടൻ ഈ കുഞ്ഞുമോനാണ്. ആലോചിച്ച് വെക്കുക. അപ്പൊ ഇത്രയൊക്കെ രസകരമായി പഠിക്കുക. ഒരു 2 ചോദ്യം എല്ലാവരും ഇതുവരെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ച് ഓക്കെ ആണ് തോന്നുന്നവരെന്ന് കമന്റ് ചെയ്തേ. വായിച്ചു നോക്കുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 ഓപ്ഷൻസ് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. 1 വായിച്ച് കമന്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. 2ാമത്തത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തേ. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത്. ഇത് 2ഉം റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, സ്ക്രീനില് വായിച്ചു നോക്കുക വീഡിയോ. എല്ലാവരും മക്കളെ ഇതുപോലെ കേരള ജോഗ്രഫി ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ നമ്മുടെ ക്ലാസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും എല്ലാവരോടും കമന്റ്. നിങ്ങൾ ഈ കമന്റ് ചെയ്താൽ തന്നെ ഞാൻ ക്ലാസ് എടുക്കും. ഇല്ലേ ക്ലാസ് എടുക്കില്ല, സത്യമായിട്ട് എടുക്കില്ല. ഇതുപോലെ ക്ലാസ് എടുക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.